ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി CPI എക്സിക്യൂട്ടീവ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. എക്സിക്യൂട്ടീവിന് പിന്നാലെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. മാവേലിക്കരയിൽ യുവനേതാവ് CA അരുൺകുമാറും തൃശൂരിൽ മുൻമന്ത്രി VS സുനിൽകുമാറിനുമാണ് ജില്ലയിൽ നിന്നുള്ള പിന്തുണ. വയനാട്ടിൽ ആനി രാജയുടെ പേരിനാണ് മുൻതൂക്കം. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ പേരും പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, സ്ഥാനാർത്ഥി പട്ടികകളെ സംബന്ധിച്ച് ഏകദേശ സൂചന നേരത്തെ വന്നതാണ് CPIയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അന്തിമ ഘട്ടമാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ ഉണ്ടാവുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇന്നത്തോടുകൂടി ഈ CPIയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു അന്തിമ ചിത്രം തെളിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയത് CPI തന്നെയാണ്. നേരത്തെ തന്നെ ഇവരുടെ 4 സ്ഥാനാർത്ഥികളുടെയും പേര് വിവരങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ഇതിന് പിന്നാലെ പുറത്തെത്തുകയും ചെയ്തു. പിന്നാലെയാണ് CPM ചർച്ചകളൊക്കെ ആരംഭിച്ചത്. ഏതായാലും CPMന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതിലൊരു അന്തിമ തീരുമാനം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുത്തു കഴിഞ്ഞു. ഈ CPIയെ സംബന്ധിച്ച് 3 സീറ്റുകളിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതായത് വയനാട് ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ആനി രാജ മത്സരിക്കുമെന്ന കാര്യത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരാണ് CPIയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. അവിടെ BJP വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി ആയിരിക്കും BJPയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുക എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിശ്ചയിക്കണമെന്നത് CPIയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് തൃശ്ശൂരിൽ CPI കണ്ടെത്തിയിട്ടുള്ളത്. മുൻ കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാറാണ്. മണ്ഡലത്തിൽ അത്രയേറെ പരിചിതനായ വളരെ ജനകീയനായ ഒരു നേതാവ് കൂടിയാണ് VS സുനിൽകുമാർ. അത് CPIക്ക് പൊതുവെ LDFന് നേട്ടമുണ്ടാക്കാൻ കഴിയും ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്ന കാര്യത്തിൽ ആ നിലയിൽ തന്നെയാണ് CPI വിശ്വസിച്ചു പോരുന്നത്. എന്തായാലും മാവേലിക്കരയാണ് മറ്റൊരു മണ്ഡലം. അവിടെ യുവ നേതാവ് AIYFന്റെ നേതാവൊക്കെ ആയിട്ടുള്ള CA അരുൺകുമാറിനെയാണ് പരിഗണിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിൽ നേരത്തെ പന്ന്യൻ രവീന്ദ്രന്റെ പേരാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും പന്ന്യൻ രവീന്ദ്രനെ തന്നെയാണ് താല്പര്യം എന്നാണ് അറിയാൻ കഴിയുന്നത്. വാർത്തകളും ഉണ്ടായിരുന്നു കമലേഷ്. അജിംഷാ, തീർച്ചയായും അത് തന്നെയാണ് നിലവിൽ CPIയെ സംബന്ധിച്ചൊരു പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത്. ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പന്ന്യൻ രവീന്ദ്രന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ മാറ്റണം എന്ന ഒരു ആവശ്യം നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. താൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പന്ന്യൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിലവിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി CPIക്ക് നൽകാൻ കഴിയുന്നത് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് എന്നതാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയും പന്ന്യൻ രവീന്ദ്രന്റെ പേര് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വലിയ താല്പര്യം അവർ പന്ന്യൻ രവീന്ദ്രനോട് തന്നെയാണ് പുലർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 2005 PK വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ CPI പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വട്ടം പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുള്ളതാണ്. അവിടെ വലിയ വിജയം 2005 പന്ന്യൻ രവീന്ദ്രൻ നേടിയതുമാണ്. ആ നിലയിൽ മണ്ഡലത്തിലെ ആളുകൾക്ക് പരിചിതമായ ഒരു മുഖം തന്നെയാണ് പന്ന്യൻ രവീന്ദ്രന്റേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു മെറിറ്റായി തന്നെയാണ് CPI കാണുന്നത്. ആ നിലയിൽ കഴിഞ്ഞ 2009 ശേഷമാണ് CPIക്ക് ഈ മണ്ഡലം കൈവിട്ടു പോയിട്ടുള്ളത്. 3ാം സ്ഥാനത്തേക്കടക്കം CPI പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ബെനറ്റ് എബ്രഹാം എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും അത് പൈസ വാങ്ങി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കപ്പെട്ടു എന്ന നിലയിൽ വലിയ പഴി CPI കേൾക്കേണ്ടിയും ഒക്കെ വന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നൊക്കെ മാറി പന്ന്യൻ രവീന്ദ്രനിലൂടെ മണ്ഡലം ഒരു വട്ടം കൂടി തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു ആലോചനയാണ് CPIയിലുള്ളത്. ഈ പന്ന്യൻ രവീന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണ് നിലവിലൊരു അനിശ്ചിതത്വം തുടരുന്നതും. അത് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ വിഷയത്തിൽ സമഗ്രമായ ചർച്ച നടക്കും. പന്ന്യൻ രവീന്ദ്രനോട് മുതിർന്ന നേതാക്കൾ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഒരു അനുരഞ്ജനം സാധ്യമാകുമെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ തന്നെ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അങ്ങനെയല്ല എങ്കിൽ കരുത്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ CPIക്ക് കാണേണ്ടി വരും. ഏതായാലും ഇന്ന് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്. നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഈ തീർച്ചയായും CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തെത്തുന്നതോടുകൂടി ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ
ചിത്രങ്ങൾ മത്സരത്തിലെ അങ്കത്തട്ടിൻ്റെ ചിത്രങ്ങൾ വ്യക്തമാവുകയാണ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ